നമുക്ക് പഠിക്കാനുള്ളത് ഉ എന്ന അക്ഷരമാണ്. അപ്പൊ ഇവിടെ ചിത്രം എന്താ വന്നത്? ടൈ ആണ് അല്ലെ? ടൈ. അതിന് അറബിയിൽ എന്ത് പറയും? അതിന്റെ കൂടെ നമുക്ക് ഊ പഠിക്കാം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറബുൻ. 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 ഉ. ഉറബുൻ. ഉ. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് ഈ റെഡ് കളറിൽ ഇവിടെ തന്നത് ഉ. അപ്പോ അലിഫ് ലമ്മ. അപ്പൊ നമ്മൾ ഊ എന്ന് എഴുതുന്നത് മനസ്സിലാക്കി പഠിക്കുക. താഴെ എഴുതുക, നിറം കൊടുക്കുക. അപ്പൊ എഴുതുന്ന രീതിയാണ് ഇവിടെ നമുക്ക് ആരോ മാർക്ക് നമ്പർ തന്നിട്ടുണ്ട്. എവിടുന്ന് തുടങ്ങണം? 1 എന്നുള്ള ഇവിടുന്ന് തുടങ്ങുക. മനസ്സിലാക്ക. 2. അപ്പൊ അതുപോലെ എഴുതുക. ഈ ഡോട്ടുമ്പിലൂടെ എഴുതുക. ലമ്മ നൽകുന്നത്. ലമ്മ നൽകുന്നത് മനസ്സിലാക്കി എഴുതട്ടോ. ഇവിടെ 3. അപ്പോ ഇത് അലിഫ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് ലമ്മ എഴുതാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കണം. അലിഫ് ലമ്മ ഉ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറവും നൽകിയത് ഭംഗിയാക്കുക കേട്ടോ. എന്താ അക്ഷരം? എന്താണ്? ഉ. എന്താ വയ്ക്ക? ഉ. അടുത്തത് എന്താണ് നമുക്ക് വരുന്നത്? നർസു. മുകളിലൂടെ എഴുതി നമുക്ക് എഴുതാം. എന്താണ്? ഉ. അപ്പൊ എഴുതുന്ന രീതി തെറ്റിപ്പോകരുത്. ഇവിടുന്ന് മുകളിലേക്കൊന്നും എഴുതരുത്. ഉ പറഞ്ഞിട്ട് എഴുതുക. ആദ്യം അലിഫ് ലമ്മ ഉ. അലിഫ് ലമ്മ ഉ. അലിഫ്. അപ്പൊ നമുക്കിവിടെ അലിഫ് അലിഫ് ലമ്മ ഉ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അത് മനസ്സിലാക്കി എഴുതാം. ഇനി നെക്റവ് വനക്തുബു, വായിക്കാം, എഴുതാം. ഇവിടെ അലിഫ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് അലിഫ് എന്ന് ഒന്നാമത്തെ ഈ കള്ളിയിൽ എഴുതാം. 1 2 3 4 5 നമ്പർ തന്നിട്ടുണ്ട്. അത് പ്രകാരം മുകളിലേക്ക് എഴുതുക. അലിഫ്. പിന്നെ ഉ ഉ ഉ ഉ. അപ്പൊ അതൊക്കെ അതിന്റെ മേലെ കൂടെ എഴുതി ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? നെക്തഷിഫു മിനൽ കലിമത്ത്. ഊ എന്ന കലിമത്തുകൾ, വേർഡ്സുകൾ നമുക്കൊന്ന് വായിച്ച് ഇതിൽ ഇത് റെഡ് കളറിൽ ഊ വന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഉറമുൻ. ഉറമുൻ. ഉമാമുൻ. ഉമാമുൻ. ഉദ്മുൻ. ഉദ്മുൻ. ഉമ്മുൻ. 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 ഉജുമുൻ. ഉജുമുൻ. ഉൻസുൻ. ഉൻ. ഉൻസുൻ. അപ്പൊ ഇത്രയും ഊ എന്ന വേർഡ്സുകള് നിങ്ങൾ പറഞ്ഞ് ഉറമുൻ. ഉറമുൻ. അപ്പൊ ഇതില് നമുക്ക് മെയിനായിട്ട് റെഡ് കളറിൽ വരുന്ന ഊ ആണ് പഠിക്കേണ്ടതെങ്കിൽ കൂടിയിട്ട് നമുക്ക് മറ്റക്ഷരങ്ങളെ പേരുകളും കൂടി ഇതിന്റെ കൂടെ നമ്മള് മനസ്സിലാക്കി പഠിക്കും. അപ്പൊ അതിന് നിർബന്ധം ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കും അതിന്റെ കൂടെ. ഉറമുൻ. ഉറമുൻ. മുൻ പഠിച്ചു. ഉദ്മുൻ. ഉദ്മുൻ പിടിച്ചു. അങ്ങനെ എല്ലാ പദങ്ങളും അതിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങള് നോട്ട് ബുക്കില് നിരവധി തവണ കുട്ടികളെ കൊണ്ട് എഴുതി പഠിപ്പിക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ എന്താണ്? അലിഫ് ലമ്മ ഉ. രണ്ടും കൂടി ചേർത്ത് എഴുതിയാല് ഉ. അപ്പൊ അത് മനസ്സിലാക്കി എഴുതുക. അപ്പൊ ഇത്രയും വർക്കുകൾ നിങ്ങള് വൃത്തിയായി നല്ല കുട്ടിയായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ ലഭിക്കും അല്ല. ഏറ്റവും കൂടുതൽ നന്നായി ചെയ്തവർക്ക് ഇതില് സ്റ്റാർ. നീറ്റ് കുറഞ്ഞു പോയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലാണ് സ്റ്റാർ കിട്ടുക. അപ്പൊ എല്ലാവരും ഇതിലെ സ്റ്റാർ വാങ്ങാന് എന്ത് ചെയ്യണം? നമുക്ക് വരുന്ന വർക്കുകള് വൃത്തിയായിട്ട്
ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഗോൾഡിന്റെ ഈ കള്ളിയില് സ്റ്റാർ ലഭിക്കുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ എല്ലാരും? അടുത്ത നക്ര ഊ ചേർത്തിട്ട് നമുക്ക് ഇവിടെ വായിക്കണം. ഊ മാ മുൻ, ഉമാമുൻ, 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 ഉദ്മുൻ, ഉദ്മുൻ, ഉമ്മുൻ, ഉമ്മുൻ. അപ്പൊ ഊ ചേർത്തിട്ട് എല്ലാരും വായിക്കട്ടോ. അടുത്ത മുൻഷിദ്, നമുക്കൊരു പാട്ടാണ്. അപ്പൊ ഇത് ബാർകോഡ് സ്കാൻ ചെയ്താല് നല്ല ഈണത്തിലുള്ള പാട്ട് എല്ലാവർക്കും അതിന്റെ കൂടെ പാടാം. അപ്പൊ നമുക്കൊന്ന് പാടിയാലോ? ഉറബുൻ ഉറമുൻ ഉമമുൻ ഉൻസുൻ ഉദുമുൻ ഉജുമുൻ. അപ്പൊ എല്ലാരും പാട്ട് പാടി പഠിക്കുക. അപ്പൊ അതിന്റെ കൂടെ വേർഡ്സുകളും കൂടി നമ്മള് പഠിക്കും, മനസ്സിലാക്ക. നമ്മളവിടെ നേരത്തെ പഠിച്ച വേർഡ്സുകളാണ് ഇവിടെ വന്നത്. ഉറബുൻ, ഉറമുൻ, ഉമമുൻ, ഉൻസുൻ, ഉദുമുൻ, ഉജുമുൻ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ്? നക്റഉ നക്തുബു, വായിക്കുക, എഴുതാം. നമുക്ക് ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ പോലെ 5 നമ്പർ ഇട്ടിട്ട് 5 കള്ളികളുണ്ട്. അലിഫ്, അപ്പൊ അത് 1 മുതൽ മുകളിലേക്ക് നമുക്ക് ആദ്യം എഴുതാം. ആദ്യം ഇവിടെ താഴത്തതിൽ അതിന്റെ മുകളിലൂടെ എഴുതാം, എന്നിട്ട് പിന്നെ മുകളിലേക്ക് എഴുതാം. അടുത്തത് നമ്മൾ പഠിച്ച ആ, അതതുപോലെ. പിന്നെ ഈ, പിന്നെ ഉ, അലിഫ്, അലിഫ്, ആ, ഈ, ഉ, അലിഫ്. അപ്പോ ഇവിടെ ഉണ്ടല്ലേ നമുക്ക് സ്റ്റാർ വാങ്ങാനുള്ള കള്ളി. അപ്പൊ എല്ലാരും എഴുതുന്നതൊക്കെ വൃത്തിയില് എഴുതാം. അപ്പോ ഇതില് നമുക്ക് ഈ കള്ളിയിൽ തന്നെ സ്റ്റാർ വാങ്ങണം കേട്ടോ. അപ്പൊ എല്ലാരും മനസ്സിലാക്കി ചെയ്യാം. അടുത്തത് നമുക്ക് എന്താണ് ഇവിടെ വന്നത്? നമുക്ക് താഴെ കുറച്ച് വേർഡ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതില് ആ എന്ന അക്ഷരത്തിന് നമുക്ക് റൗണ്ട് വരച്ചെടുക്കണം, വട്ടം വരയ്ക്കണം. പിന്നെ ഈ എന്നതിന് നമുക്ക് ചതുരം വരയ്ക്കണം, ചതുരം. പിന്നെ ഉ എന്നതിന് നമുക്കിവിടെ എന്താണ്? ത്രികോണം, ത്രികോണം വരയ്ക്കണം. അപ്പൊ വട്ടം ആ, ചതുരം ഈ, ത്രികോണം ഉ. അപ്പൊ നമുക്ക് വരയ്ക്കാം അല്ലെ? ആ അദബുൻ, ആ അദബുൻ. അപ്പൊ ഇതിന് നമുക്ക് വട്ടം വരയ്ക്കാം. ആ. അടുത്തതോ അംനുൻ, വട്ടം വരയ്ക്കാം. അടുത്തതോ ഇമാമുൻ, ഈക്കെന്താണ്? ചതുരാണ് വേണ്ടത്. അപ്പോ ഉത്തിയില് ചതുരം വരയ്ക്കാം. അടുത്തത് ഈ ഇമാമുൻ, നമ്മൾ ചതുരം വരച്ചു. ഇനി ഇജ്ലിസ്, ഇജ്ലിസ്, ചതുരം വരയ്ക്കട്ടോ. അടുത്തതോ ഉൻബൂബുൻ, ഊനെന്താണ് വേണ്ടത്? ത്രികോണാണ് അല്ലേ? അപ്പൊ നമുക്ക് ത്രികോണം വരച്ചു കൊടുക്കാം. ഉദിബ, ഉദിബ, ത്രികോണം വരയ്ക്കാം അല്ലേ? അടുത്തതോ? അടുത്തത് ഇസാറുൻ. അപ്പൊ ഈ ആണ്. ഈക്ക് എന്താണ് വേണ്ടത്? ചതുരം, ചതുരം വരയ്ക്കാം. അടുത്തതോ ഉഹുത്തുൻ, ഉഹുത്തുൻ. അപ്പൊ അതിന് നമുക്ക് ത്രികോണാണ് വരയ്ക്കേണ്ടത്. ഉഹുത്തുൻ, ഉഹുത്തുൻ.
അടുത്തത് അർസുൻ. അർസുൻ. അപ്പൊ നമുക്ക് ഇതിന് ആക്ക് റൗണ്ട് ആണ്. അപ്പൊ ഇത് എല്ലാവരും വൃത്തിയില് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വൃത്തിയിൽ ചെയ്താല് നമുക്ക് ഇവിടെയും ഇതിൽ സ്റ്റാർ വാങ്ങാം അല്ലെ. അപ്പൊ എല്ലാവരും നന്നാക്കി മനസ്സിലാക്കി ചെയ്യ കാര്യങ്ങള്. അപ്പൊ ചതുരം, ത്രികോണം, വൃത്തം അപ്പൊ നന്നായി മനസ്സിലാക്കി വരയ്ക്കുക.